ഞാനൊരു ഉണ്ണിയപ്പ ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കതിൽ മുട്ട സുർക്ക ഉണ്ടാക്കിയാലോ? സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം ചെറുതായി നല്ല കുനുകുന അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ചേർക്കുക. ഉപ്പ് ആവശ്യത്തിന് ഒഴിക്കുക. പിന്നെ ഒരു അരക്കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ഒരു അരക്കപ്പിന് മുകളിൽ അരിപ്പൊടിയും ഇട്ട് നല്ലപോലെ കലക്കി ഒരു 20-25 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം ഇതിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് സെറ്റ്. എന്നിട്ട് സിമ്പിളായിട്ടൊരു കൈപ്പള ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് പഴുത്ത 2 നല്ല നേന്ത്രപ്പഴം എടുക്കുക. അതിനുശേഷം അതിനെ മുറിച്ച് ചെറിയ സ്ലൈസ് ആക്കിയിട്ട് നെയ്യിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ വേണ്ടത് 3 ഏലക്ക പൊടിച്ചെടുത്തു. അതുപോലെ തന്നെ 3 മുട്ട. ഇതിലേക്ക് വാട്ടിയ പഴം ഇടുന്നു. ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടിട്ട് കലക്കി നെയ്യ് പുരട്ടിയ പാനിലേക്ക് നിരത്തിയിടുന്നു. മറ്റൊരു പാനിൽ തട്ടി മറിച്ചിട്ട് 3 മിനിറ്റ് വേവിച്ച് എടുക്കുന്നു. അപ്പോൾ അത് റെഡിയായി. പിന്നെ അടുത്തതായിട്ട് നമ്മൾ സാധാ ഉണ്ടാക്കുന്ന മാംഗോ ജ്യൂസ് തന്നെയാണ്. മാംഗോ ജ്യൂസിൻ്റെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ പാലും പഞ്ചസാരയ്ക്കും പുറമെ ഞാൻ കുറച്ച് ഐസ്ക്രീം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം കൂടെ അതിൻ്റെ കൂടെ വരുമ്പോൾ വേറൊരു ലെവലിലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. സൂപ്പറായിരുന്നു. ദെൻ മുട്ടസുർക്ക സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൈപ്പൊള ട്രൈ ചെയ്യാനുള്ളവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഭയങ്കര സിമ്പിളാണ്, സൂപ്പറാണ്.